പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ഇന്നും ആവശ്യപ്പെടും. സർവകക്ഷി യോഗത്തിൽ സർക്കാർ സാഹചര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും ചർച്ച നടക്കേണ്ടത് അടച്ചിട്ട മുറിയിലല്ല, സഭയിലാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 6:30 ഓൺലൈനായാണ് യോഗം ചേരുക. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, കുറെ ദിവസങ്ങളായി പ്രതിപക്ഷം ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. സഭയിൽ മറുപടി പറഞ്ഞ അല്ലെങ്കിൽ സഭയിൽ വിശദീകരിക്കാൻ ശ്രമിച്ച മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കുമെതിരെയൊക്കെ രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ കേരളമടക്കം ഈ LPG വാണിജ്യ LPG-കളടക്കമുള്ള വിതരണത്തിൽ നേരിടുന്ന പ്രതിസന്ധി, ക്ഷാമം ഒക്കെ ഉന്നയിക്കില്ലേ? തീർച്ചയായും ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇന്ന് നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. പകരം ചീഫ് സെക്രട്ടറിമാരോ മറ്റു ഉദ്യോഗസ്ഥരോ ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയായിരിക്കും ഈ യോഗം ഉണ്ടാവുക. പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗം ഓൺലൈനിലൂടെയാണ് മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം, രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ഇന്നും ആവശ്യപ്പെട്ടേക്കും. സർവകക്ഷി യോഗത്തിൽ സർക്കാർ സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നുവെങ്കിലും ഈ ചർച്ചകൾ നടക്കേണ്ടത് അടച്ചിട്ട മുറിയിലല്ലെന്നും അത് സഭയിലാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ സംഘർഷത്തിന്റെ ആഘാതം നീണ്ടുപോകാൻ ഇടയുണ്ടെങ്കിലും പരിഭ്രാന്തിയാകേണ്ട സാഹചര്യം ഇല്ലെന്നും മതിയായിട്ടുള്ള കരുതൽ ഇന്ധനം രാജ്യത്ത് ഉണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാജ്യത്തിന്റെ വിദേശ നയം അടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിലുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും നോട്ടീസ് നൽകും. അതേസമയം ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനാഭ്യർത്ഥന ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും. ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.